വെൽക്കം ടു ചഫ്ന കിച്ചൺ. സബ്സ്ക്രൈബ് ചെയ്യണേ, ടിൻറ്റി അടിച്ചാൽ മറക്കല്ലേ. ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റ് ഹൽവ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ ക്യാരറ്റ് ഹൽവ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 3 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ കനം കുറച്ച് വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. ചൂടായ പാനിലോട്ട് ഒരു 2-3 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കാം. അത് നമുക്ക് ഹൽവയിൽ ചേർക്കുന്നതിനും ഗാർണിഷിങ്ങിനുമായി ഉപയോഗിക്കാം. ഒരു 10-15 കാഷ്നട്ടാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ആ കാഷ്നട്ട് ഞാൻ ഒരു 2-3 പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കാഷ്നട്ട് നല്ല രീതിയിൽ ബ്രൗണായി വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ നെയ്യിലോട്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ക്യാരറ്റിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മളെ ക്യാരറ്റ് പച്ചമണമൊക്കെ മാറി നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് ക്യാരറ്റിനെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒരുപാട് കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം, എന്നാൽ നമ്മുടെ ക്യാരറ്റ് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്കിതിനെ അടച്ചിട്ട് വേവിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് പാലും കൂടി ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാം. ഇതോടൊപ്പം കുറച്ച് ഉപ്പും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരം ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്നട്ട് കൂടി ഇതിലോട്ട് ചേർക്കാം. കുറച്ച് കാഷ്നട്ട് നമുക്ക് മാറ്റി വയ്ക്കാം, ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ക്യാരറ്റ് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതുവരെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത പാലൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൊടി കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്നട്ടും കൂടെ ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ.